ഫസ്റ്റ് തന്നെ ഡേയ്സ് ഇതിന്ന് ടീം ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം എങ്ങനെ ഒരു നല്ല സെറ്റ് ടീം ബിൽഡ് ചെയ്യണമെന്നുള്ള ടീം ബിൽഡിങ്ങിനെ പറ്റിയാണ് പറയണത്. അപ്പോൾ നമുക്ക് അതിനോടുള്ള പരിപാടി വേണം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ എൻ്റെ വേറൊരു ടീം എടുത്ത് ബിൽഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ടീമിൽ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളത് ഫസ്റ്റ് തന്നെ ഒരു കിടിലം ഗോളി വേണം. ഒരു മിനിറ്റ്. ഫസ്റ്റ് തന്നെ നല്ലൊരു ഗോളി വേണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏറ്റവും നല്ല ഡിഫെൻസീവ് കീപ്പറിനെ വേണം വെക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഇപ്പോൾ ഏറ്റവും നല്ല ഡിഫെൻസീവ് കീപ്പർ വിക്ടർ ബായ് ആണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫെൻസീവ് കീപ്പർ ഇടാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 2 സെൻറ്റർ ബാക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സെൻറ്റർ ബാക്ക് ബിൽഡപ്പും ഒരു സെൻറ്റർ ബാക്ക് മറ്റേ ഡിസ്ട്രോയറും ആയിരിക്കണം. അത് ഇതാണ് എൻ്റെ ഡിസ്ട്രോയർ കാർഡ്. കാരണം ഈ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി ഏറി ഈ ഒരു ഭാഗത്ത് കളിക്കുന്ന പ്ലെയേഴ്സാണ്. അതുകൊണ്ട് അപ്പം ഇതിങ്ങനെ കളിക്കണ കൊണ്ട് ഈ LB ഈ ഭാഗം കവർ ചെയ്ത് കളിക്കും. അപ്പം അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി പിന്നെ ഒരു ബിൽഡപ്പാണ് വേണ്ടത്. സൈഡിലായിട്ട് ഒരു ബിൽഡപ്പ് പ്ലെയറാണ് വേണ്ടത്. ബിൽഡപ്പ് CB ഏറ്റവും ബെസ്റ്റ് ബിൽഡപ്പ് CB നിങ്ങൾ കളിപ്പിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബിൽഡപ്പ് CB എടുത്ത് വെക്കണം. എൻ്റെ ഏരിയ ഇവിടെ നടക്കണം ബിൽഡപ്പ് CB. എൻ്റെ ഏരിയ ഇപ്പോൾ ഉള്ളത് ഇവനാണ്, ഇബ്രാഹിമ ഫോൻ്റെ ആണ്. പിന്നെ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ആണ് നിങ്ങൾ മെയിനായിട്ട് കൊടുക്കേണ്ടത്. റൈറ്റ് ബാക്ക് നമുക്ക് ഇപ്പം നിങ്ങൾ ഇതിന് പകരം ഇതിന് പകരം നിങ്ങൾ ഇങ്ങനെ സ്വിച്ച് ചെയ്തിട്ടാൽ ഇതിവിടെ നിന്നേ ഈ പ്ലെയർ കളിക്കുള്ളൂ. അപ്പം ഇത് LBയുടെ ഈ പ്ലേയിങ് സ്റ്റൈല് ട്രിഗർ ആവില്ല. അപ്പോൾ LB കുറച്ച് മുന്നോട്ട് കയറിപ്പോവും. അപ്പോൾ LB മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി പ്രശ്നവും. അപ്പോൾ നിങ്ങളുടെ വിങ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡിസ്ട്രോയറിനെ തന്നെ അവിടെ ഇടാം. റൈറ്റ് ബാക്കിനെ ഇവിടെയും ഇടാം. പിന്നെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ബിൽഡപ്പ് കഴിഞ്ഞിട്ട് ഒരു ബെസ്റ്റ് RB എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു RB തന്നെ ഇടാം. അപ്പോൾ ഒഫൻസീവ് ഫുൾ ബാക്കും ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്കുമാണ് വേണ്ടത്. ഡിഫെൻസീവ് ഫുൾ ബാക്കിൽ നമ്മളിവിടെ ഇടുന്നത് ഇവിടെയാണുള്ളത്. ഡിഫെൻസീവ് ഫുൾ ബാക്കിൽ നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത് നല്ല കിടിലൊരു പ്ലെയറാണ്. നല്ല സെറ്റും അത്രക്കും അങ്ങോട്ട് പൊളിയല്ല. നമ്മൾ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഇട്ട് കൊടുക്കണം. ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഇതൊരു പ്ലെയറാണ്, LB ആണ്, ഫുൾ ബാക്ക് ഫിനിഷറാണ്. അതായാലും നിങ്ങൾക്ക് ഇടാം. അപ്പോൾ LBയുടെ സ്ഥാനത്ത് നിങ്ങൾ ആ പ്ലെയറിനെ ഇടാം. പിന്നെ പുറകിൽ ഒരു ഒഫൻസീവിന് എന്തായാലും ഇട്ട് കൊടുക്കണം. ഒഫൻസീവ് പ്ലേയിങ് സ്റ്റൈലാണ് നല്ലത്. അപ്പോൾ ഒഫൻസീവ് ഒരു ഒഫൻസീവ് ഫുൾ ബാക്കും ഡിഫെൻസീവ് അല്ലെങ്കിൽ ഇതിടാൻ ഞാൻ ഇപ്പോൾ ഡിഫെൻസീവിനും ഇടാം. അത് മതി. പിന്നെ ഒരു ആങ്കർമാൻ മസ്റ്റായിട്ടും വേണ്ട ഒരു ആങ്കർമാനാണ്. അപ്പോൾ റോഡ്രിയാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ആങ്കർമാൻ. അതുകൊണ്ട് നമ്മൾ റോഡ്രീനെ തന്നെ DMF ഇടുകയാണ്. പിന്നെ ഒരു CMF അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് DMF ആക്കാം.
അതെന്തായാലും ഒരു നല്ല അത് ആങ്കർമാൻ പോലത്തെ തന്നെ ഒരു നല്ല ബെസ്റ്റ് പ്ലെയർ ആയിരിക്കണം. അപ്പം ഞാനിവിടെ ഇടുന്നത് റൈസിനെയാണ്. എൻ്റെ ഇവിടെ കിടക്കണത് എനിക്ക് ടഫായിട്ടുള്ള പരിപാടി. അല്ല, ഇവനെയാണ് ഞാനിപ്പോൾ ഇടുന്നത്. സെറ്റിന് കളിച്ചോളൂ. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് വിങ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോമിങ് ഫ്ലാങ്ക് കൊടുക്കുക. റോമിങ് ഫ്ലാങ്ക് കളിക്കുന്ന പ്ലെയർ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് കളിക്കുന്ന പ്ലെയർ വേണം, അതാണ് നല്ലത്. ഒരു നല്ല കട്ട് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പം എൻ്റെ കയ്യിൽ റോമിങ് ഫ്ലാങ്ക് ഉള്ളതുകൊണ്ട് ഞാൻ റോമിങ് ഫ്ലാങ്കിനാണ് ഇടുന്നത്. നെയ്മർ യമാലാണ് റോമിങ് ഫ്ലാങ്ക് കളിക്കുന്ന പ്ലെയർ. പിന്നെ ലെഫ്റ്റ് വിങ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം. ഞാൻ ഇവിടെ നിന്നത് ഹസാർഡാണ്. റോമിങ് ഫ്ലാങ്കിന് ഇടണമെങ്കിൽ അതുപോലെ തന്നെ ഇടാം. പിന്നെ 2 CF, ഒന്നെങ്കിൽ 2 CF, അല്ലെങ്കിൽ ഇത് ഈ ഫോർമേഷൻ്റെ പ്രത്യേകത 2 CF ഇടാൻ പറ്റുന്നത് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് 2 CF വേണമെങ്കിൽ ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരു CF ആയിട്ട് കളിപ്പിക്കണം റൗളിനെയാണ്. ഗോൾ പോച്ചർ കാർഡായിരിക്കണം CF ഇടുമ്പോൾ. നല്ല ബെസ്റ്റിന് കളിക്കാനായിട്ട് പോച്ചർ കാർഡാണ് നല്ലത്. എൻ്റെ വാംബാസ്റ്റിനും റൗളുമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിടാം, നിങ്ങളുടെ ഇഷ്ടമാണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗളിനെ നിങ്ങളുടെ സെക്കൻഡ് ഇതിനെ AMF ആക്കി വിടാം. ഇങ്ങനെ ഒരു കിഡിലൻ ടീം നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ സെറ്റാണ്. മോസ്റ്റ് അൺബീറ്റബിൾ സ്കോഡാണ്. ഒരിക്കലും നിങ്ങൾ നോക്കത്തില്ല, ഷുവറാണ്. ബെസ്റ്റ് ടീം എവറാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കിഡു ടീമാണ്. എല്ലാവരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഫോർമേഷൻ കിട്ടുമ്പോൾ തന്നെ 104. റോമിങ് ഫ്ലാങ്ക് കളിക്കുന്ന ഈ പ്ലെയറിന് ഇട്ടുകൊണ്ടാണ് ഇച്ചിരി 99 അല്ലേ, അതുകൊണ്ടാണ് ഇത്. അപ്പം നമുക്ക് അല്ലാണ്ട് നമുക്ക് മെസ്സിനെ ഇട്ട് കഴിഞ്ഞാൽ 107 വരെയെങ്കിലും കയറും മിക്കവാറും. നന്നായിട്ട് കളിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു ഫോർമേഷൻ ഇട്ട് കളിച്ചാൽ സെറ്റാണ്. കളി മാക്സിമം ജയിക്കാനേ ചാൻസുള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ബൈ.